സർ, ഇറാൻ-ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇറാന് മേൽ കൂടുതൽ തകർച്ചയുണ്ടാവുന്നു. ഇറാൻ തോൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ, റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതാണ് അവസ്ഥയും. പക്ഷേ ഇറാൻ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ശ്രദ്ധ കൂടി ഇറാന് മേൽ പതിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇറാന്റെ ഒരു പ്രധാന വ്യാപാര സോഴ്സ് എന്ന് പറയുന്നത് എണ്ണയാണ്. ആ എണ്ണ വരുന്നതിൽ വലിയൊരു ഭൂരിഭാഗം ശതമാനവും നമ്മുടെ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാൻ വിചാരിച്ചാൽ ആ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ കഴിയും. അതുവഴി വ്യാപാരം നിലയ്ക്കും. ലോക രാജ്യങ്ങൾ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇസ്രയേലിന് ഒരു സമവായത്തിൽ എത്താൻ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ചില വിദഗ്ധരുടെ അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇറാൻ ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പ്രതിസന്ധി സൃഷ്ടിച്ചാൽ എന്ത് ചെയ്യും ലോകരാജ്യങ്ങൾ? അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന് പിന്നാലെ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ? ലോകരാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോ നീതു പറഞ്ഞത്. ശരിയാണ്, ഹോർമൂസ് കടലിടുക്ക് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കടലിടുക്കാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയും പ്രകൃതിവാതകവും ലോകരാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ജലപാതയാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു ഭാഗം ഇറാൻ ആണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെടുന്ന ഒരു ഘട്ടമാണ് വരുന്നത് എങ്കിൽ ലോകത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കുവാൻ വേണ്ടി ഇറാൻ എന്തും ചെയ്യാൻ സാധ്യതയുണ്ട്. പൊതുവെ ഇറാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ ആഗോള ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതാവാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇറാന്റെ നില വളരെ പരുങ്ങലിലാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇറാനെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ഒരു ഇസ്ലാമിക രാജ്യവും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൂഴിക്കടകൻ എന്നൊക്കെ പറയുമല്ലോ, അവസാനം ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ പൂഴിക്കടകൻ എന്നാണല്ലോ ഈ നാടൻ പയറ്റിലൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ ഇറാന് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു രക്ഷയുമില്ലെങ്കിൽ ലോകത്തെ ഞങ്ങളുടെ വഴിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഹോർമോസ് കടലെടുക്ക് ഞങ്ങൾ അടയ്ക്കും എന്ന് പറയാം. അടയ്ക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അടയ്ക്കാൻ അവിടെ ഗേറ്റ് ഒന്നുമില്ല, അങ്ങനെ അടയ്ക്കാനും പറ്റിയല്ല. പക്ഷേ ഹോർമോസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും അവയെ കടന്നാക്രമിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ ഗതാഗതം നിലയ്ക്കും. ഗതാഗതം നിലച്ചാൽ അത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കും, എണ്ണ കൈമാറ്റത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ലോകം ഇറാനോടൊപ്പം നിൽക്കാൻ നിർബന്ധിതമാകും എന്നുള്ള ഒരു തന്ത്രം, ഒരു സമ്മർദ്ദ തന്ത്രം, അതായിരിക്കും പ്രയോഗിക്കാൻ സാധ്യതയുള്ളത്. ഇത് പലപ്പോഴും ഇതിനു മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇറാൻ എന്നൊക്കെ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അന്നൊക്കെ ഇത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ 20% ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ് കടന്നു വരുന്നത്. ആകെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 20% ഹോർമോസ് കടലിടുക്കിലൂടെ വരുമ്പോൾ നമുക്ക് അത്രയും എണ്ണ പെട്ടെന്ന് നിലയ്ക്കുകയാണ് എങ്കിൽ ഷോർട്ടേജ് ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ കുറച്ച് നാളത്തേക്കൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മുടെ റിസർവ് വളരെ ശക്തമായതുകൊണ്ട് ഏതാണ്ട് ഒരു ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും നമുക്ക് എണ്ണ ആവശ്യമാണ്. അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം ഇന്ത്യയുടെ പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്. ഈ നാച്ചുറൽ ഗ്യാസിന്റെ വരവ് കൂടുതലും കുവൈറ്റിൽ നിന്നാണ്. 80% ഇന്ത്യയിലെ നാച്ചുറൽ ഗ്യാസ് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് കുവൈറ്റിൽ നിന്നാണ്. അത് മുഴുവൻ തന്നെ വരുന്നത് ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. അതായത് ഇന്ത്യയുടെ പ്രകൃതിവാതക ആവശ്യത്തിന്റെ 80% എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭാഗമാണ്. അപ്പോ ആ ഒരു കാര്യത്തിൽ ഇന്ത്യയിൽ വിലവർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ സോഴ്സുകളിൽ നിന്ന് നമ്മൾ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ പുതിയ രാജ്യങ്ങളുമായി കരാറുണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ ദൂരപരിധി വെച്ച് നോക്കുമ്പോൾ കപ്പൽ ദൂരം വളരെ കൂടുതലായിരിക്കും, യാത്രാ ദൂരം, അപ്പോൾ ചെലവ് കൂടും. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ പ്രധാനമായും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. 35% ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയും റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നം ഇന്ത്യയെ എണ്ണയുടെ കാര്യത്തിൽ ബാധിക്കില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മറ്റ് ചെറിയ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ കൂടുതൽ വാങ്ങുന്നത് കൊണ്ട് നമ്മളുടെ എണ്ണ ഇറക്കുമതി ഹോർമോസ് കടലിടുക്ക് കൊണ്ട് തടസ്സപ്പെടുകയൊന്നുമില്ല. അതിന്റെ ഒരു 20% വരെ അതിന്റെ ഒരു ഫ്ലോ കുറയും എന്ന് മാത്രമേ ഉള്ളൂ.
ചുരുക്കി പറഞ്ഞാൽ ഹോർമോസ് കടലിടുക്കിന്റെ ഒരു നിരോധനം ഇറാൻ ഏർപ്പെടുത്തുകയാണെങ്കിൽ പോലും എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് വല്ലാതെ അങ്ങ് ഞെരുങ്ങേണ്ടി വരില്ല, ഒരു കരുതലെടുക്കേണ്ടി വരും എന്നത് ശരിയാണ്. പക്ഷേ ഇതല്ല സംഭവിക്കാൻ പോകുന്നത്. ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുകയാണ് അല്ലെങ്കിൽ തടസ്സപ്പെടുകയാണ് എങ്കിൽ എണ്ണ വ്യാപാര രംഗത്തുണ്ടാകുന്ന വമ്പൻ പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ ആഗോള എണ്ണ വില ഉയരും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. റഷ്യയുമായിട്ടുള്ള കരാറ് ശക്തമായതുകൊണ്ട് ഒരുപക്ഷെ റഷ്യയിൽ നിന്ന് കിട്ടുന്ന എണ്ണയ്ക്ക് വില കൂടില്ലായിരിക്കാം, എങ്കിൽ പോലും അത് 35% ഉള്ളൂ. ബാക്കി 65% നമ്മൾ ഈ പറയുന്ന മേഖലകളിൽ, ഗൾഫ് മേഖല, ആഫ്രിക്കൻ മേഖലകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് ആഗോളതലത്തിലുണ്ടാകുന്ന എണ്ണവില വർധനവ് ഇന്ത്യക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ, പെട്രോൾ വിലകളിൽ 10 മുതൽ 15 രൂപ വരെ ലിറ്ററിന് വരെ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം വരും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇത് ലോകത്തെ എല്ലാ രാജ്യത്തും വരും. ഇപ്പൊ ചൈനയിലുണ്ടാവും, അമേരിക്കയിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് 10 രൂപ മുതൽ 15 രൂപ വരെ ഹോർമോസ് കടലിടുക്ക് അടച്ചാൽ എണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ അത്ര ഗംഭീരമായിട്ടുള്ള ഫിനാൻഷ്യൽ മെക്കാനിസം ഇന്ത്യ പുറത്തെടുക്കേണ്ടി വരും. ഏതായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ സംഭവിച്ചാൽ എന്നുള്ളതും നമ്മൾ കരുതിയിരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ എണ്ണ സ്രോതസ്സുകളെ നേരത്തെ സമീപിക്കുകയും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ബദൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 35% എന്നുള്ളത് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. പക്ഷേ ഇത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് റഷ്യയിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ എണ്ണ വാങ്ങിക്കാൻ തയ്യാറാവുകയും ആഗോള രംഗത്തുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ യുദ്ധത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന റഷ്യക്ക് ഒരു തോന്നലുണ്ടായാൽ അവരുടെ എണ്ണവില വർദ്ധിപ്പിച്ചുകൂടായുകയും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഹോർമോസ് കടലിടുക്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി സംഭവിച്ചാൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമായിരിക്കും സംഭവിക്കുക. അതിൽ നിന്ന് ഇന്ത്യക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ പെട്രോളിയം മേഖല ഗുരുതരമായിട്ടുള്ള ഒരു ക്രൈസിസിനെ നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് പോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള തിരക്കിട്ട ചർച്ചകൾ ഇന്ത്യയിലെ സർക്കാർ മേധാവികൾ, എണ്ണ കമ്പനിയുടെ മേധാവികളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് കരുതാം. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ ഒരു ആശങ്ക നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് മറക്കരുത്. അങ്ങനെ ഒരു ആശങ്ക നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് മറക്കരുത്. ഒപ്പം ഇസ്രയേൽ അതിശക്തമായ തിരിച്ചടിയാണ് ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങാനും തോൽവിയുടെ വക്കിലെത്തിയാൽ ഇറാൻ ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്തു വയ്ക്കാൻ സാധ്യതയുണ്ട്. ജയസൂര്യൻ സർ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ എണ്ണ വ്യാപാരം നടക്കുന്നതും ഹോർമോസ് കടലിടുക്ക് വഴിയാണ്. ഇതിന്റെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കാൻ ആദ്യം സാധിക്കുന്നതും ഇറാനാണെന്ന വസ്തുത വിസ്മരിക്കരുത്. അത്തരത്തിൽ ലോകരാജ്യങ്ങളുടെ മുഴുവൻ എണ്ണ വ്യാപാരത്തെ നിയന്ത്രണത്തിലാക്കാൻ ഹോർമോസ് കടലിടുക്ക് അടയ്ക്കാൻ ഉൾപ്പെടെ ഇറാന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ രാജ്യങ്ങൾ സാറി പറഞ്ഞതുപോലെ മുൻകൂട്ടി എണ്ണകൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള വ്യാപാര നീക്കങ്ങൾ നടത്തുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇറാൻ ഏകദേശം ഒരു തോൽവിയുടെ പാതയിലേക്ക് നീങ്ങുന്നു എന്നുള്ള തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അൽ ജസീറ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതും. അത്തരത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇസ്രയേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.